നമസ്കാരം. പദരേണു ഹെൽത്ത് ആൻഡ് വെൽനസിലേക്ക് സ്വാഗതം. ടൈപ്പ് 2 പ്രമേഹത്തിലേക്ക് നയിച്ചേക്കാവുന്നതും എന്നാൽ പലപ്പോഴും ആളുകൾ തിരിച്ചറിയാതെ പോകുന്നതുമായ ഒരു അവസ്ഥയാണ് പ്രമേഹപൂർവാവസ്ഥ അഥവാ പ്രീ ഡയബറ്റീസ്. അമിതമായ ക്ഷീണം, ഇടയ്ക്കിടെയുള്ള ദാഹം, കാഴ്ച മങ്ങൽ, ചർമ്മത്തിൽ പ്രത്യേകിച്ച് കഴുത്തിന് പിന്നിലോ കക്ഷത്തിലോ കാണപ്പെടുന്ന കറുത്ത പാടുകൾ എന്നിവ ഇതിന്റെ ചില പ്രധാന മുന്നറിയിപ്പുകളാണ്. ഈ ലക്ഷണങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിയുന്നതിലൂടെയും ലളിതമായ ജീവിതശൈലീ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെയും പ്രമേഹത്തെ ഫലപ്രദമായി തടയാൻ സാധിക്കുമെന്ന് ഈ വീഡിയോ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രീ ഡയബറ്റീസിനെക്കുറിച്ചാണ്, അതായത് പ്രമേഹ പൂർവാവസ്ഥ. ഒരുപക്ഷെ നമ്മൾ ആരും അത്ര ശ്രദ്ധിക്കാത്ത, പക്ഷെ നമ്മുടെ ശരീരം നമുക്ക് തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണിത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. സ്ക്രീനിലേക്കൊന്ന് നോക്കൂ. ഒരു വലിയ സംഖ്യ കാണുന്നില്ലേ? 13.6 കോടി. അതെ, നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഇത്രയധികം ആളുകൾക്ക് പ്രീ ഡയബറ്റിസ് ഉണ്ട്. ഈ ഒരൊറ്റ കണക്ക് മതി ഈ വിഷയം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ. അപ്പോ എന്താണ് സത്യത്തിൽ ഈ പ്രീ ഡയബറ്റിസ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇത് പ്രമേഹത്തിലേക്കുള്ള ഒരു ട്രാഫിക് സിഗ്നലിലെ യെല്ലോ ലൈറ്റ് പോലെയാണ്. റെഡ് അല്ല, പക്ഷേ ഗ്രീനുമല്ല. സൂക്ഷിക്കണം എന്നൊരു മുന്നറിയിപ്പ്. അതായത്, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നോർമലിനേക്കാൾ കൂടുതലാണ്, പക്ഷേ നിങ്ങളൊരു പ്രമേഹ രോഗിയാണെന്ന് പറയാൻ മാത്രം കൂടുതലുമല്ല. ഇതിനെ ഒരു നിശബ്ദമായ പകർച്ചവ്യാധി എന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഇത് നമ്മളറിയാതെ നമ്മുടെയൊക്കെ ഇടയിലിങ്ങനെ പടർന്നു പിടിക്കുകയാണ്. പക്ഷേ പലപ്പോഴും ആരും ഇത് തിരിച്ചറിയുന്നില്ല. അതെന്തുകൊണ്ടാണ് നമുക്കൊന്ന് നോക്കാം. ഇതൊന്ന് മനസ്സിലാക്കാൻ ഇൻസുലിനെ ഒരു താക്കോലായും നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ ഒരു പൂട്ടുമായി സങ്കൽപ്പിക്കുക. സാധാരണഗതിയിൽ ഈ ഇൻസുലിൻ എന്ന താക്കോൽ കറക്റ്റായിട്ട് പൂട്ട് തുറന്ന് ഷുഗറിനെ, അതായത് ഊർജ്ജത്തെ, കോശത്തിന്റെ ഉള്ളിലേക്ക് കയറ്റിവിടും. പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോഴോ ആ പൂട്ടങ്ങ് ടൈറ്റാവും, താക്കോലിട്ട് തുറക്കാൻ പറ്റാതെ വരും. അപ്പോ എന്ത് സംഭവിക്കും? പഞ്ചസാര പുറത്ത് രക്തത്തിലിങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോ ശരീരം നമുക്ക് തരുന്ന ആദ്യത്തെ വളരെ ചെറിയ ചില സിഗ്നലുകളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഇങ്ങ് തണ്ണിക്കളയുന്ന ചില കാര്യങ്ങൾ. നിങ്ങൾക്കിങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉച്ചയ്ക്ക് നല്ലോണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത ക്ഷീണം? നമ്മൾ ഓർക്കും ഇന്നലെ ശരിക്കും ഉറങ്ങാത്തതുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ ജോലിയുടെ ടെൻഷൻ കൊണ്ടാണെന്നോ. പക്ഷെ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത്? രക്തത്തിൽ ആവശ്യത്തിന് പഞ്ചസാര ഉണ്ടെങ്കിലും കോശങ്ങൾക്ക് ആ ഊർജം കിട്ടുന്നില്ല. അതാണ് ഈ ക്ഷീണത്തിന്റെ യഥാർത്ഥ കാരണം. ഇനി വേറൊരു കാര്യം, ചോറ് കഴിച്ച് എണീറ്റ് കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും വിശക്കും, അല്ലെങ്കിൽ എപ്പോഴും എന്തേലും മധുരമുള്ളത് കഴിക്കാനൊരു കൊതി. ഇതും ഒരു സൂചനയാണ്. കാരണം കോശങ്ങൾക്ക് ഊർജം കിട്ടുന്നില്ലല്ലോ. അപ്പൊ ശരീരം വിചാരിക്കും ഇനിയും ഭക്ഷണം വേണമെന്ന്. അങ്ങനെയാണ് ഈ വിശപ്പും ആർത്തിയും വരുന്നത്. ഉച്ചയൊക്കെ കഴിയുമ്പോൾ ഒരു മന്ദത, ഒന്നും തലയിൽ കേറാത്തൊരവസ്ഥ, ശ്രദ്ധ കിട്ടുന്നില്ല. ഇതിനെയാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് ഇങ്ങനെ കേറിയും ഇറങ്ങിയും കളിക്കുമ്പോൾ അത് നേരെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. പലപ്പോഴും നമ്മളിത് സ്ട്രെസ് കൊണ്ടാണെന്ന് കരുതി സമാധാനിക്കും. ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇതൊക്കെ എനിക്കിടക്ക് തോന്നാറുള്ളതാണല്ലോ എന്ന്. അതാണ് കാര്യം. തുടക്കത്തിൽ ആർക്കും വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. വെറും സ്ട്രെസ്, പ്രായം, അല്ലെങ്കിൽ ആഴ്ചയൊന്ന് മോശമായതുകൊണ്ട് എന്നൊക്കെ കരുതി നമ്മൾ അങ്ങ് വിടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിന്റെ പുറത്ത്, അതായത് നമ്മുടെ തൊലിപ്പുറത്ത് കാണുന്ന ചില അടയാളങ്ങളെക്കുറിച്ചാണ്. അതെ, നമ്മുടെ സ്കിന്നും ചില കാര്യങ്ങൾ വിളിച്ചു പറയും. കഴുത്തിന്റെ പുറകുവശത്ത്, കക്ഷത്തില് അല്ലെങ്കിൽ തുടയിടുക്കിലൊക്കെ ഇങ്ങനെ കറുത്ത വെൽവെറ്റ് പോലത്തെ ഒരു പാട് കണ്ടിട്ടുണ്ടോ? പലരും വിചാരിക്കും ഇത് അഴുക്ക് പിടിച്ചതാണെന്നോ അല്ലെങ്കിൽ ഉരഞ്ഞിട്ടുണ്ടായതാണെന്നോ. പക്ഷേ അല്ല, ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ വളരെ പ്രധാനപ്പെട്ട, പുറമേ കാണാൻ പറ്റുന്ന ഒരു അടയാളമാണ്. അതുപോലെ തന്നെയാണ് സ്കിൻ ടാഗുകൾ. 1 or 2 ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും, അത് സാരമില്ല. പക്ഷെ പെട്ടെന്ന് ഒരുപാട് സ്കിൻ ടാഗുകൾ കഴുത്തിലും കക്ഷത്തിലൊക്കെ വരാൻ തുടങ്ങിയാൽ അതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതും ഒരു സിഗ്നലാവാം. ഇതുവരെ നമ്മൾ പറഞ്ഞത് ശരീരം തരുന്ന ചെറിയ മുറുമുറുപ്പുകളെക്കുറിച്ചാണ്. ഇനി ഈ അവസ്ഥ കുറച്ചുകൂടി മുന്നോട്ടു പോകുമ്പോൾ ഈ മുറുമുറുപ്പുകൾ അലർച്ചകളായി മാറും. കുറച്ചുകൂടി വ്യക്തമായ ലക്ഷണങ്ങൾ: അമിതമായ ദാഹം, എത്ര വെള്ളം കുടിച്ചാലും മതിയാവുന്നില്ല. കൂടെ മൂത്രമൊഴിക്കാൻ പോകുക, പ്രത്യേകിച്ച് രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോകേണ്ടി വരിക. ഇവ രണ്ടും ഒരുമിച്ചാണ് സാധാരണ വരാറ്. പ്രമേഹത്തിന്റെ ക്ലാസിക് ലക്ഷണങ്ങളാണിവ. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദാഹിക്കുന്നത്? നമ്മുടെ രക്തത്തിൽ ഷുഗർ ഒരുപാട് കൂടുമ്പോൾ അതിനെ പുറന്തള്ളാൻ കിഡ്നി നന്നായി പണിയെടുക്കും. ഈ ഷുഗറിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുമ്പോൾ കൂടെ ഒരുപാട് വെള്ളവും നഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആവും.
അപ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വെള്ളം കുടിക്കാൻ തോന്നുന്നത്. ഇടയ്ക്ക് കണ്ണിന് ഒരു മങ്ങൽ പോലെ തോന്നാറുണ്ടോ? കുറച്ചുനേരം അങ്ങനെ നിന്നിട്ട് പിന്നെ ശരിയാവും. ഇത് കണ്ണടയുടെ പ്രശ്നം കൊണ്ടല്ല. ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിൽ ചെറിയൊരു നീര് വരും. അതിന്റെ ആകൃതി ചെറുതായിട്ടൊന്ന് മാറും. അതാണ് ഈ കാഴ്ചമങ്ങലിന് കാരണം. ഇതുവരെ നമ്മൾ പറഞ്ഞത് ലക്ഷണങ്ങളാണ്. പക്ഷേ ലക്ഷണങ്ങൾ മാത്രമല്ല, വേറെയും ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതരീതിയും പാരമ്പര്യവുമൊക്കെ ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പട്ടികയൊന്ന് നോക്കൂ. നിങ്ങളുടെ പ്രായം 40 കഴിഞ്ഞോ? അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ പ്രമേഹമുണ്ടോ? വ്യായാമം വളരെ കുറവാണോ? ആഴ്ചയിൽ 1-2 തവണ മാത്രം? അതോ BP കൂടുതലാണോ? ഇതിലേതെങ്കിലും ഒന്നിന് അതേ എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ പറഞ്ഞ ഘടകങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതവുമായി ബന്ധമുണ്ടോ? ഇത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. സ്വയം വിലയിരുത്തുന്നതാണ് ആദ്യപടി. ഓക്കെ, നമ്മൾ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചു, കാരണങ്ങൾ പറഞ്ഞു, ലക്ഷണങ്ങൾ പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്യണം? ഈ സൂചനകളെ എങ്ങനെ പ്രവർത്തനമാക്കി മാറ്റാം? ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. 1. നിങ്ങളുടെ ശരീരം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ പ്രായത്തിന്റെയാന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. 2. ഒരു ഡോക്ടറോട് സംസാരിക്കുക. ഫാസ്റ്റിംഗ് ഷുഗറോ HbA1c ടെസ്റ്റോ ചെയ്യാൻ പറയുക. 3. ഒരു ചെറിയ മാറ്റം, ഒരു കുഞ്ഞു സ്റ്റെപ്പ്. ചിലപ്പോൾ അത് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് നടക്കുന്നത് മാത്രമായിരിക്കും. പക്ഷെ അതൊരു വലിയ മാറ്റമുണ്ടാക്കും. ഈ ഒരൊറ്റ കാര്യം മനസ്സിൽ വെക്കുക. പ്രീ ഡയബറ്റീസ് എന്നത് ഒരു അവസാന വാക്കല്ല. അതൊരു മുന്നറിയിപ്പാണ്. ശരിയായ സമയത്ത് കിട്ടുന്ന ഒരു വേക്കപ്പ് കോൾ. ഇത് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം വെറുതെ പറയുന്നതല്ല. ലോകത്തിലെ പ്രമുഖ ആരോഗ്യ സംഘടനകളായ CDC, അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ പോലുള്ളവരുടെ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോ അവസാനമായി ഒരൊറ്റ ചോദ്യം. നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, സൂചനകൾ നൽകുന്നുണ്ട്. ആ സംഭാഷണം കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾ തയ്യാറാണോ? തീരുമാനം നിങ്ങളുടേതാണ്.